ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഈദ് മുബാറക് ട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പെരുന്നാളിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അല്ലെങ്കിൽ ആവശ്യമുള്ള നേരത്തൊന്നും നാവ് വൈകില്ല, അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ നിങ്ങൾ നാവ് അടിക്കാത്തതുകൊണ്ടാണിത്. ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ നാവ് അങ്ങനെ തന്നെയാണ്. ചില വാക്കുകൾ കേട്ടിട്ട് വീടിട്ടാൻ കുറച്ച് പണിയാണ്. എന്നാൽ വീടിട്ടാലും സുഖമാണ് അതിന്. പിന്നെ ആ നാവുന്ന തുമ്പത്ത് ആ വാക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ പറയുന്നത് നമ്മൾ പെരുന്നാൾക്കത്തിൻ്റെ വ്ളോഗാണ്. പിന്നെ ഞാൻ ഇതുവരെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇടാതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുവരെ പെരുന്നാൾ ഡ്രസ്സൊന്നും ഇടാങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ എടുക്കണ്ടല്ലേ പെരുന്നാൾ വ്ളോഗൊക്കെ. അത് ഇൻസ്പയർ ആയിക്കാണ് നമ്മൾ പെരുന്നാൾ വ്ളോഗ് എടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കോഴി പെർച്ചിൻ്റെ എല്ല് വരെ വെറുതെ വിടാതെ അത് തിന്നുകൊണ്ട് വരുന്നുണ്ട്. ഇമ്മിയോള് ഒരേ കളർ മാച്ചിങ് ഡ്രസ്സ് പറഞ്ഞാണ്ട് ഓള് കുളു അടിച്ചാണ് അവിടുന്ന്. ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ ഒരേ കളർ ഡ്രസ്സ് തന്നെ ഓൾക്ക് കുളിച്ചുകാണ്ടാൻ കിട്ടിയ ഡ്രസ്സ് ആട്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ പള്ളിക്കൊന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നപ്പോൾ ഒരു സ്ലോമോ വീഡിയോ എടുത്തെടുത്താ. ശരിക്കും പറഞ്ഞാൽ മാർച്ച് ഫാസ്റ്റ് എടുക്കണ മാതിരിയായി പോയി. പിന്നെ ഇവൻ എൻ്റെ വീഡിയോയിൽ ഒന്നും കൂടി വരുന്നത് ഞങ്ങളുടെ ഒരു റീ എൻട്രി കൂടി നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ഓൻ്റെ വീഡിയോ എടുത്ത് കൊടുത്തിട്ടാ. എന്താ പറയുക, ഓൻ്റെ ഒരു സന്തോഷം നമ്മളും സന്തോഷം. പിന്നെ നമ്മൾ ബിരിയാണി ഇപ്രാവശ്യം ഏൽപ്പിച്ച് കേട്ടാ. എല്ലാ പ്രാവശ്യം നമ്മളെ പെരിയിൽ ഉണ്ടാക്കല് ഫുഡൊക്കെ ഇപ്രാവശ്യം നമ്മൾ അടുക്കളക്ക് ഫ്രീ കൊടുത്തു. അത് വിചാരിച്ചിട്ട് ഫുള്ള് ഫ്രീ കൊടുത്തിട്ട് നമ്മൾ പായസം കാര്യങ്ങളൊക്കെ നമ്മൾ വരെ ഉണ്ടാക്കിന് ഇട്ടാ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇപ്പാണ് ഒരു ഫ്രണ്ട് കേട്ടോ ബിരിയാണി വെച്ചിൻ്റെ അമ്മക്ക് 2 കിലോ പോലെ നമ്മൾ വെച്ചു. കാരണം ഇപ്പൊക്കെ കുറച്ച് ഫ്രണ്ട്സിന് കൊണ്ടുപോയെടുക്കാനുണ്ട് കേട്ടോ ഫുഡ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എല്ലാവരും വരും ചിലപ്പോൾ ഓൽക്കും കൊടുക്കണല്ലോ. അപ്പോൾ നല്ല അടിപൊളി റൈസ് ആയിരുന്നു, എന്താ പറയുക ഒക്കെ ഒരു പാകമായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മള് ഫുഡ് കഴിച്ചിന്റെ കോഴി പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കിട്ടാ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. പിന്നെ ഇസ്മായിലൊക്കെ നേരത്തെ തിന്ന് പോയിക്കോളും, തെൻസീർ കുറച്ച് വൈകിക്കൊണ്ട് തിന്നാനേ. പിന്നെ ഓന്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ നമ്മൾ ആദ്യം കഴിച്ചു കൊടുത്തു. കാരണം അതിലാക്കിയ പിന്നെ നമുക്ക് പണിയാവും അത് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം എടുത്തത്. ഇവലിങ്ങനെ ഈ തോക്കായിട്ട് ഇങ്ങനെ പടക്കം ഇങ്ങനെ പൊട്ടിച്ചുകൂട് കേട്ടാ, പൊട്ടിക്കുന്നു അങ്ങനെ ഓല് പടക്കം പൊട്ടിക്കലും നമ്മൾ നേരെ പോയത് നമ്മളെ മൂത്താപ്പാന്റെ പെരീക്കാട്ടാ. അവിടുന്ന് പിന്നെ നമ്മൾ ഐസ്ക്രീം ഒന്നും, കാരണം അവിടെ ഇന്ന് ബിരിയാണി തന്നെ ഉണ്ട്. പിന്നെയും ബിരിയാണി തിന്നാൻ എന്റെ വയറിൽ സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാണ്ട് ഇങ്ങനെ പോരാട്ടാ. ഞാൻ പെരിയിലെത്തിയപ്പോത്തിന് സിഫാൻ ഇപ്പയും കൂടി ഓല് ഫുഡ് കൊണ്ടുപോയെടുക്കാൻ പോയിട്ട് ഇപ്പാന്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഉമ്മ കാണാതെ സവനപ്പായിട്ട് മുങ്ങേനിട്ട് തെൻസീർ. ലാസ്റ്റ് മോനെ കൈയോടെ പിടിച്ചുകാണ്ട് ഉമ്മാക്കായിരുന്ന ഒരു സിപ്പുമാണ് അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് കഴിക്കൂലാണ് ഉമ്മ ഓനെ ഭീഷണിപ്പെടുത്തിക്കാണ്ട് കുടിച്ചാട്ടാ. കട്ടവനോട് ഞാൻ അവിടെ എത്താന്ന് ചോദിച്ചപ്പോൾ മന്തിയാണെന്ന് പറയട്ടെ. അവർക്ക് പോകണമെന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ നമ്മളെ കസിൻസ് കാര്യങ്ങളൊക്കെ വന്നിരട്ടെ നമ്മളോടക്ക്. പിന്നെ പൊന്നുണ്ടെങ്കിൽ പൊന്നിനെ ഞാൻ കുറെ ചിരിപ്പിച്ചാൽ നിൽക്കി, പക്ഷെ പൊന്ന് ചിരിച്ചില്ലട്ടാ. വലിയ നേതാക്കന്മാരെ കുഞ്ഞോൻ വന്നപ്പോ അപ്പളേ എനിക്ക് ഓന്റെ മുഖം കണ്ടപ്പോ എന്തോ ഒരു മിസ്റ്റേക്കുള്ളമാര് തോന്നിപ്പോയി. ഓന്റെ മീശ പഠിച്ചോണ്ട് മീശ പഠിച്ചപ്പോ കാണാൻ ലുക്കൊന്നും എന്റെ അത്ര ലുക്ക് ഇവിടെ ആരും ഇല്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ഏറ്റവും സുന്ദരി, ഞങ്ങൾ കുടുംബത്തിലെ സുന്ദരി ഞാൻ തന്നെ കേട്ടാ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറ്റാൻ നിൽക്കുന്നു. അതിന്റെ ഇടയിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കൂടി പോവാണ്ട് പറഞ്ഞത് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക, സിഫാനന്റെ രാവിലെ തന്നെ ഒരു സുബിക്കന്നെ പൂച്ച മാന്തിക്കാനാണ് ഓള് നീച്ചിട്ടുണ്ട്. പൂച്ചോളെ മേത്തേക്ക് ചാടിയെന്നാ പറഞ്ഞു കേട്ടാ. എങ്ങനെ ചാടി നിങ്ങൾ ചോദിച്ചു. പൂച്ചക്ക് എന്താ അറിയില്ല, എൻ്റെ പേരൻ്റെ ഔത്താണ് ഭയങ്കര സുഖമുള്ളത് തോന്നുന്നു. അപ്പോൾ പൂച്ച ഔത്ത് ഇനി അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പൂച്ച ലേറ്റ് ഇട്ടപ്പോൾ നെട്ടിക്കാണ്ട് അവളെ മേത്തൊക്കെ ഇങ്ങോട്ട് ചാടി 2 മാന്തലുണ്ട്, 2 മാന്തൽ. ആ 2 മാന്തലിന് ഇനി സൂചി വെക്കണമല്ലോ. പെരുന്നാളായിട്ട് നല്ല കണിയൊക്കെ കിട്ടിക്കൊണ്ട് ഇപ്പം ഇന്ന് ഇതാണ്. അപ്പം ഇന്ന് ആ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് അതിനൊക്കെ പോവാം. അപ്പോൾ ആദ്യം പെരുന്നാൾ ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നമുക്ക് നമ്മുടെ പെരുന്നാൾ വ്ളോഗ് ഒന്നും കൂടി കാണാം. എനിക്ക് എങ്ങനെ അറിയില്ല കേട്ടോ പറയേണ്ടതെന്ന്. കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പറയാൻ. ട്രൈ ചെയ്ത് പിന്നെ ഫുള്ള് കൊളാലുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മളെ ഇതിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിനി പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോവില്ല. അപ്പോൾ പിന്നെ ചേഞ്ച് ആക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്കിനി എന്തായാലും ഹോസ്പിറ്റലിൽ പോയി എന്നതിൻ്റെ ശേഷം ചായ എടുത്തൂടെ പോയി എന്നതിൻ്റെ ശേഷം നമുക്ക് ഓരോന്ന് ചേഞ്ച് ആക്കാം. അപ്പം നമ്മളിനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കാട്ടോ. ഗൈസ്, ഇത് ചതിയാണ്. പെരുന്നാൾ പൈസ അമ്മക്ക് തരാതെ സിഫാനക്ക് മാത്രം പൈസ എടുക്കണു. എത്ര പൈസ നമുക്ക് കൊണ്ടോ? പൂച്ച മാഞ്ഞിട്ടൊന്നും കൂടി പറ. ആദ്യം എടുത്ത് ഡിലീറ്റ് ആയി. അതിന്റെ അമ്മ ഒച്ചപ്പാടുണ്ട്. ഹലോ, ഫോൺ നിങ്ങളെടുത്താ നമ്പറല്ല റൈസേ, അതിപ്പാ നമ്പറാണ്. ഇപ്പൊ ചിന്തിന്ന് ഹോട്ട്സ്പോട്ട് അടിച്ചിട്ടുണ്ടാവും. പറയാ അന്നെങ്ങനെ പൂച്ചാന്തി പൂച്ച ആദ്യം എങ്ങനെ വെച്ചാല് ഞാൻ നല്ല ഉറക്കുറങ്ങാണേ. ഇത് ആ അൾമാറിന്റെ ഉള്ളിൽ പൂച്ച ഇരിക്ക. ഇത് അൾമാറിന്റെ പൂച്ച അമ്മ ഒന്ന് പറയാനേക്ക് ടെററാവല്ലേ.
ഇനി പറയും പൂച്ച മാതിരി. പൂച്ച മാതിരി എങ്ങനെ വെച്ചാല് അല്ലേ പൂച്ച അലമാറിനുള്ളിൽ കിടന്നുറങ്ങിനി. അപ്പൊ ഞാൻ നല്ല ഉറക്കം, ഞാൻ ഉറങ്ങണം അപ്പുറത്തെ പൂച്ച അപ്പുറത്തെ അലമാരിൽ കിടന്നുറങ്ങി. ഇസുമാരി എന്തെങ്കിലും ഫാൻ്റെ തപ്പിതാണ് അലമാരിൽ. അലമാരി പൂച്ച ഒരു ഏറ്റ ചാട്ടം എന്റെ കാര്യം വെക്കി. അപ്പുറത്ത് വേറെ വലിയൊരു തുട ഉണ്ടായിരുന്നു, ചാടി നിന്റെ തുട വെക്കാൻ. പൂച്ചക്ക് എന്നോട് പ്രേമം. ആൺപൂച്ച പെൺപൂച്ച സൂന പൊക്കി വെക്കാൻ മറന്നു. ഗൈസ്, ഈ ചെരുപ്പിന് എത്ര വില എന്ന് പറഞ്ഞോൽക്ക് എത്തിച്ചു കൊടുക്കും. ഈ ചെരുപ്പ് ഫ്രീ. 600, 700, 200 മുട്ടായി തരുമെന്ന്. കൊറേ നേരെ ഫോട്ടോ ചോദിച്ചിട്ട് സിഫാനെ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ ഗൈസ്. വേങ്ങര ഹെൽത്ത് സെൻ്ററിലേക്കാണ് നമ്മൾ പോണത്. അവിടെയാണ് ഈ സൂചി വെക്കണത് നമ്മളെ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ടി ടി അടിച്ചിന്, പക്ഷേ ടി ടി അടിച്ചാലും വേണമല്ലോ നമ്മൾ ഈ സൂചി വെക്കുക. പിന്നെ നമ്മൾ ഈ ഹെൽത്ത് സെൻ്ററിൽ എത്തിയിട്ട് ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ല എന്നൊക്കെ, പക്ഷെ അന്ന് ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ സ്പെഷ്യൽ ഡേ വരണ്ടായിട്ട് ഡോക്ടർമാരെ കാണിക്കാൻ നല്ലത് തോന്നുന്നു. അന്നാകുമ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ, വേഗം പോയി കാണിച്ചു തരല്ലോ. അങ്ങനെ സൂചിക്കാൻ വേണ്ടി പോയിട്ടാ. വേങ്ങരക്ക് ഞാൻ കുറേ ദിവസത്തിന് ശേഷം വരട്ടെ, അല്ല കുറേ കാലത്തിന് ശേഷം വരിക തന്നെയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സൂചി വെച്ചതിൻ്റെ ശേഷമുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ്, എന്തോ ഒരു ഇതായമാരും ഒക്കെ. ആ തൊലിക്കുള്ള സൂചിയായിട്ട് എന്ന് വെച്ചിക്കണു, 2 ഷോൾഡറിൻ്റെ അവിടെയും വെച്ചിക്കണു കേട്ടോ. അപ്പൊ നമ്മൾ സൂചി വെച്ചിക്കൊണ്ട് പോവാട്ടെ. എങ്ങനെയുണ്ട് സൂചി വെച്ചിട്ടേ? ഒരു സൂചി 2 കൈയിനല്ലേ, അങ്ങനെ ഒരു സൂചി വെച്ചിട്ടുള്ളൂ, പക്ഷെ 2 കൈയിന്. അപ്പം എന്തായാലും 2 കുത്തി കുത്തി സ്കിന്നിന്. ഇനി എത്ര ദിവസം വരാണ്ട് ആണോ? അല്ലെങ്കിൽ പൂച്ച സ്നേഹികൾക്കൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പൂച്ചനെ സ്നേഹിക്കണം, അല്ലാത്തപോലെ അതിനൊക്കെ തീറ്റില്ല. പലതരം തീറ്റുണ്ടാവും. അപ്പം ഇനി നാളെ നമുക്ക് ഇപ്പം നമ്മൾ നേരെ പരിക്ക് പോകട്ടാ. ഇപ്പം സൂചിയൊക്കെ കഴിഞ്ഞ പെരുന്നാൾ ഏതായാലും സൂചി ഉണ്ടായി. അങ്ങനെ നമ്മൾ നാജിലൊക്കെ ഇട്ടിട്ടുണ്ട് പെരുന്നാൾക്ക്. നാജില എന്താ ഇതാ അങ്ങനെ നല്ല സ്നേഹമുള്ള കുട്ടികൾ. ജിക്കുണ്ടോ? 5 വയസ്സല്ല ആ തന്നെ ജിക്ക് പൈസ തരണം. ഇത് കഴിയുമ്പോ എന്നാല് ഞങ്ങൾക്ക് 40 രൂപ. എങ്ങനെയുണ്ട് പെരുന്നാള്? പെരുന്നാൾ എങ്ങനെയുണ്ട്? പണ്ടത്തെ അറിയാം എന്താ ഈ ഉപ്പായാ എന്താ നാജില യൂണീക്ക് ആയിട്ടുള്ള ഞാനും അറിഞ്ഞിട്ടും കൂടിയാ. ഏത് കടി നിർത്തേ? ഫാഷന് ഇപ്പൊ എല്ലാവർക്കും പോവില്ലേ ഞങ്ങക്ക് ഫാഷൻകാ? നല്ല രസമുണ്ട് എന്റെ കുപ്പായം കാണാനേ. ചൊറുക്ക കഴിക്കണു. ആ ചൊറുക്ക കൊണ്ടല്ലേ ഇപ്പൊ 3 ആൾക്കാരാ ഡ്രസ് എടുത്തത്. എന്റെതോ എന്റെ ചോർക്ക് കയറി ലെജൻഡറി ആയി പോയി. നരേന്ദ്രമോദി ഒന്നിറക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് അറസ്റ്റ് എടുത്തേ. അപ്പൊ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്. ഒരു മണിക്ക് അടിച്ചാൽ എനിക്ക് എന്താ ഞാൻ ചില വരും. ഉറപ്പാ? മണിക്ക് അടിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചില വരും. എനിക്കെന്നോ എത്തരാ? അത് ഞാൻ പറയാ, സർപ്രൈസാ. ഒന്നും പറയാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്ര എല്ലാവർക്കും പറയാനുള്ളൂ അല്ലേ? അപ്പം ഇനി ഏട്ടാ പെരുന്നാൾ ഡ്രസ്സ് ഇടാൻ പോണത്. കാരണം നമ്മൾ എന്താ പറയുക, ആദ്യം ഇടാന്ന് വിചാരിച്ചിനി, പിന്നെ സൂചി വെക്കാൻ പോകുമല്ലോ, അപ്പം എന്താന്ന് വിചാരിച്ച് ഒക്കെ ഒരു വിചാരിക്കലാണ്. അപ്പം എന്തായാലും ഇനി നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് ഇടാൻ പോവുകയാണെ. കാരണം കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോവാണ്ട് അത് നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും എവിടേക്കൊക്കെ നമ്മൾ പോകുന്നത് എന്നൊക്കെ. പിന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ആക്കിയതിന് ശേഷം നേരെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ട്, കാരണം ഈ ലോകസുന്ദരി എല്ലാവരും അറിയപ്പെടണമല്ലോ. അപ്പം നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന മുന്നാസാണ്. അപ്പം അമ്മാൻ്റെ കൂടെയാണ് ആദ്യം സെൽഫിമ തുടങ്ങിയത്. പിന്നെ എന്താ ഓരോ ഫാമിലി ഫോട്ടോസൊക്കെ അടിക്കൽ തുടങ്ങിയിട്ട് നമ്മൾ. അതിൻ്റെ ഇടയിൽ റിച്ച് നമുക്ക് പെരുന്നാൾ പൈസ ഒക്കെ തന്നിട്ടുണ്ടാവും. ഓൻ നന്നായി വരും എന്താ പറയുക, ഓനക്ക് ആഫ്യത്തെ ദീർഘായുസ് പഠിച്ചോ നിലക്കട്ടെ. പിന്നെ നമ്മളെ കുറച്ച് പട്ടി ഷോസും കാര്യങ്ങളും, കാരണം എവിടെ ചെന്നാലും നമ്മൾ ഷോ ആണല്ലോ, അത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പം എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കണ്ട ഫുള്ള് ആയിട്ടുള്ളത് ഞാൻ വീഡിയോ ഒടിഞ്ഞ് എടുത്തുകൊണ്ട് കാണിച്ചതല്ലേ. ഇനി നമുക്ക് മൂത്താപ്പാടക്ക് പോവുകയാണേ. ഇപ്പോൾ മറ്റേ മൂത്താപ്പാടക്ക് ഞാൻ പോയി രാവിലെ തന്നെ. നമ്മൾ അടിയിൽ കുറച്ച് മൂത്താപ്പാടുണ്ട്, 2 മൂത്താപ്പാട് കൂടി. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് കാണാം. നമ്മളെ ഇവരത് 2 വാച്ച് ഇട്ട് എടുക്കുന്നുണ്ട്. ഓനെപ്പാക്ക് വാച്ച് കച്ചവടമായിട്ട് 2 വാച്ച് ഇട്ട് എടുക്കുന്നുണ്ട്. ലജുവാ ഇതെൻ്റെ പെരുന്നാൾ ഡ്രസ്സ്.
അങ്ങനെ അജൂന മോട്ടറാക്കിന്റെ ശേഷം നമുക്ക് ഒരു നല്ല കിച്ചടി പായസം കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റും കാരണം എല്ലായിടത്തും സേമി പായസമായിട്ട് ഇവിടെ ഒരു വെറൈറ്റി കിച്ചടി പായസം കുടിച്ചും ചെയ്തിട്ട് നമ്മള് മൂത്താപ്പാടെ പിന്നെ ഏത് പെരുന്നാൾക്കും ആട്ടർച്ച ഉണ്ടാവട്ടെ, അതുകൊണ്ട് കുറച്ച് ചോറ് അവിടുന്ന് കഴിച്ചിട്ടോ. പിന്നെ ഇബില് കുട്ടികൾ പടക്കം പൊട്ടിച്ചിന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന്. ഇവ എന്തോ ഷൂ ശരിയായിട്ടില്ല, ഭയങ്കര കരച്ചിലുണ്ട്. ഓലോടൊക്കെ പോവാൻ നിക്കേനി. സിഫാനിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഇവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നാണ്. ഇവര് ഒരുപാട് നമ്മളെ കത്തിച്ചുക്കുന്നു കേട്ടാ. പിന്നെ നമ്മളൊക്കെ ഇതിൽ നിന്നെടുക്ക അതിനിടയിൽ പിന്നെ ഓളെ കുറച്ച് വേറെ ഫ്രണ്ട്സും വന്നിട്ടോ പെരേക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി കിളിനക്കോട്ടക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ കോട്ടൊക്കെ കഴിഞ്ഞ് ഇനി കിളിനക്കോട്ട് പോയിട്ടുള്ള കോട്ടകളാണ്. ഫസ്റ്റ് ആയിട്ട് സൺഗ്ലാസ് വെക്കണം തോന്നുന്നു. ഒരു ഞാനതട്ടാ അങ്ങനെ വണ്ടി പോകുമ്പോൾ സൺഗ്ലാസ് കാര്യങ്ങളൊന്നും വെക്കലില്ല. അപ്പൊ നമുക്കിന്ന് പോയി നോക്കട്ടാ. വെറുതെ പോകുമ്പോ എന്തോ മാറില്ല പെരുന്നാൾക്ക്. അപ്പൊ നമ്മളെന്തായാലും മുട്ടായി നീ വാങ്ങാച്ചിട്ട് ഒരു കടയിൽ നിർത്തിയിട്ട് കേട്ടാ. ഭയങ്കര ചൂടുണ്ടായിരുന്നു. ഞാനൊക്കെ ആ ചൂടത്ത് നിന്ന് ഉരുകി പോയി. നിന്റെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒലിച്ചു പോയി. അതിനിടയിൽ നമ്മൾ നെസ്ബന്റെ അടുത്ത് പോയി. നെസ്ബൻ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കേനെ. കുറച്ചും കൂടി നേരം വൈകി നമ്മൾ ഓളെ കാണാൻ പറ്റില്ല. കാരണം ഓളെ അമ്മായിന്റെ വീട്ടിൽ പോകാൻ നിൽക്കേനെ ഇട്ടാ. ഓളെ പെരുന്നാൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് എല്ലാവരും പറഞ്ഞിട്ട് കമന്റ് ചെയ്യും. മേക്കപ്പ് ഒന്ന് കുറഞ്ഞു, ഫൗണ്ടേഷൻ ഒക്കെ കുറഞ്ഞു, കൺപീലി കുറഞ്ഞു. കൺപീലി ഇട്ടിട്ടില്ല, കൺപീലി കുറഞ്ഞു. ഞാൻ വന്നപ്പോ വല്യപ്പ പെരുന്നാൾ ഡ്രസ്സൊക്കെ കഴിച്ചിട്ടുണ്ട്. വല്യമ്മ പിന്നെ ഫുള്ള് സുന്ദരമായിട്ട് നിൽക്കണ്ടേ. വല്യപ്പ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കാനുണ്ട്. നെസ്മണി വന്നപ്പോ തൊട്ട് ഫോണിൽ കളിക്കലോണിങ്ങനെ ഗെയിം കളിച്ചാണ് കുട്ടികളെ. ഓളെ കൂടെ ഞാൻ ഇന്നെ കൂട്ട വെച്ചപ്പോൾ ഇന്നെ കൂട്ടിയില്ല. പിന്നെ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പോകുന്നു കിട്ടാ. ഫൈനലി നമ്മളെ പരിയിലെത്തിയിട്ടുണ്ട്. ഉമ്മാനോടൊക്കെ പോയി നിൽക്കാണ്ട് ഇനി നമുക്ക് പോകാനുള്ളത് അമ്മായോടൊക്കെയാണ്. അപ്പോൾ നമ്മൾ റേസിനെ കാത്തിക്കണം. അപ്പോൾ റേസ് വന്നിട്ട് വേണമെങ്കിൽ ഇപ്പം നമ്മൾക്ക് അങ്ങോട്ടൊക്കെ പോവാൻ. എന്താ പറയുക, ഇപ്പോഴത്തെ പെരുന്നാൾ നമ്മളിങ്ങോട്ട് കൊണ്ടുപോവുക അത്ര തന്നെ. എല്ലായിടത്തും കറങ്ങ അങ്ങോട്ട് പോയിട്ട് എല്ലായിടത്തും നടന്ന് തിന്നുക. അതാണ് ഇന്നത്തെ ലക്ഷ്യം നമ്മൾക്ക് കിട്ടാം. ഗൈസ് നമ്മളിപ്പോൾ മൈൻഡ് അടുക്കൊക്കെ പോകാൻ നിൽക്കാട്ടോ. അപ്പം സിഫാനി ഞങ്ങളൊക്കെ പോവുകയാണേ. പിന്നെ അവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. അപ്പം അതുവരേക്കും എന്നല്ലേ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. എനിക്കത്തെ പറഞ്ഞിന്നറിയില്ല. ഫസ്റ്റ് വ്ളോഗാണ്. ഓക്കെ, വല്ലമ്മായിനോട് എത്തിയപ്പോൾ ബലട്ടോ ആദ്യം തന്നെ നമ്മൾ കണ്ടത്. പിന്നെ അമ്മായിക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോരാട്ടോ. വലിയ അമ്മായിൻ്റെ കൂടെ ഇനി ഫസ്റ്റ് പോയത് പുറത്തുപ്രായ എന്ന് പറയും. പിന്നെ നമ്മൾ മാളുവിൻ്റെ അടുത്ത് പോകാൻ വിചാരിച്ച് നിൽക്കാട്ടോ. കൂളിംഗ് ഗ്ലാസ് വിട്ട് ഒരു കളിയിലിട്ടുണ്ട് നമ്മള്. കാരണം കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെയിലത്തൊന്നും ചിരിച്ചാ മറ്റേ ചിരിച്ചുമ്പോൾ മോറ് എന്താ ഇഴിച്ചു പൊളിച്ചാൽ മരത്ത് പറയല്ലോ നമ്മളെ അങ്ങനെ ഇട്ടാ. അപ്പം നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളെല്ലാ പരിപാടികളും ചെയ്യും. ഞങ്ങൾ മാളിൻ്റെ കൂടെ എത്തിയപ്പോൾ മാൾ ഇവിടെ ഇല്ല തോന്നുന്നു. മാൾ ഒരിടക്കോ പോയിക്കണു. പിന്നെ എന്താ പറയുക സൺ കിസറോണ്ട് ഞാൻ ക്യൂട്ട്നെസ് ആയിക്കളില്ല ഇപ്പം. അപ്പം നമ്മൾ മാളിൻ്റെ കൂടെ ആളില്ലട്ടാ. അപ്പം നമ്മളെന്തായാലും ഇവിടുന്ന് പോകണമെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷൻ തേടിയിട്ട് പോവുകയാണേ. ഈ കണ്ണാട കിട്ടിയതിന് ശേഷം ഫുള്ള് ദിമ്മലിട്ടുന്ന ഷോ. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ചേളാരിക്കാൻ അവിടെ എത്തിയപ്പോൾ നമ്മള് എന്താ പറയുക കുഞ്ഞോൻ്റെ അടുത്തോലൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒന്ന് കണ്ടത്. പിന്നെ ഒന്ന് നല്ല അടിപൊളി എന്താ പറയുക ചിക്കൻ ബിരിയാണി, കുട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ കാബേരി, സുർബിയാന കാബേരി അതിൽ ഏതോന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബീഫൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തിന്നതിന് ശേഷം അതുകൊണ്ട് ഞങ്ങൾ പോരാൻ നേരത്തായിട്ട് കുഞ്ഞാവി പോലും വന്നത്. പിന്നെ ഓൻ്റെ പിന്നെ നമ്മൾ 2-3 പിക്കൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ പെരേക്ക് വന്നിട്ടാ. ഗൈസ് നമ്മൾ ഇനി പോകാൻ വിചാരിച്ചതൊക്കെ 2-3 പ്ലാൻ മാറ്റി. ചെട്ടിമാനെ നമ്മൾ ഇവിടെ വെച്ച് കണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാമാനത്തൊക്കെ പോകാൻ സമയമില്ല, നമുക്ക് സമയം പരിമിതമാണ്. നമുക്ക് നേരെ വീട്ടിൽ എത്തണം. ഇതിങ്ങനെ ഉള്ളിക്കിട്ടില്ല, ഞാൻ പുറത്തുമത് കോളായി വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മൈലാഞ്ചി എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ രസമുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിൻ്റെ പേര് പോയിട്ട് എത്തി പറയണമെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു തരട്ടെ. ഇവിടുന്ന് ഇപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. അപ്പം ഇനി എൻ്റെ പേരേക്ക് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പെരുന്നാൾ വെച്ചിട്ട് നമ്മൾ വലിയ ആഘോഷമൊന്നും ഇല്ലേനും, ചെറിയൊരു ആഘോഷം എല്ലാവരും വീട്ടിലും പോയി വിസിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതിലുണ്ടെങ്കിൽ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ. പിന്നെ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനി നമുക്ക് ഉള്ള പരിപാടി എന്താ വെച്ചാൽ പടക്കം പൊട്ടിക്കാട്ടോ. അപ്പോൾ വലിയ പടക്കമൊന്നുമില്ല. ഇവർക്ക് എന്താ പറയുക വലിയ അമ്മായിൻ്റെ മോനെ, അതായത് നമ്മളെ മാന് ഫ്രീ ആയിട്ട് ഇവർക്ക് പടക്കം സ്പോൺസർ ചെയ്തിന്. അപ്പോൾ ആ പടക്കം നമ്മൾ പൊട്ടിച്ച് തീർക്കുക, അത്ര തന്നെ. വേറെ വലിയ പരിപാടിയൊന്നും നമ്മുടെ അടുത്തില്ല. അപ്പം നമുക്കിനി ആ പടക്കം പൊട്ടിക്കലൊക്കെ കാണാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടോ. എനിക്ക് എങ്ങനെ ചെയ്യണമെന്നറിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞു എങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. നമ്മൾ തുടക്കം ഇങ്ങനെ ആവാം. എന്താ പറയുക, തുടക്കത്തിൽ നിന്നല്ല എല്ലാതും പഠിക്കല്. അപ്പം നിങ്ങൾ വിചാരിച്ചു തുടക്കം എങ്ങനെയും ഒടുക്കും എങ്ങനെ ഇരിക്കുന്നു, എനിക്കും അറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കാണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാം. കുറേ ഒന്നുമില്ല, കുറച്ചുണ്ട്. തനിച്ചിര നോക്കിട്ടാ. അപ്പോൾ ഓക്കെ.
അങ്ങനെ ഓരോരോ പടക്കങ്ങളായിട്ട് നമ്മൾ പൊട്ടിച്ചു തുടങ്ങിയിട്ടാ. ചക്ര ഉണ്ടേന്, മേശപ്പൂത്തിനുണ്ടേന്, അങ്ങനെ ഒരുപാടില്ല, ഉള്ളത് കുറച്ച് അങ്ങനെ ഉണ്ടേനിട്ടാ. പിന്നെ നമ്മൾ കുറെ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് പൊട്ടിച്ചിരുന്നതിലൊക്കെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടാരും.